അപ്പം എങ്ങനെയാണ് അങ്ങനെ? തുല്യത ഒരിക്കലും നടപ്പിലാക്കാനൊന്നും പറ്റില്ല. അത് നമ്മൾ അംഗീകരിക്കാനുള്ളൊരു മനസ്സ് മനുഷ്യർക്ക് ഉണ്ടായാൽ മതി. ഇപ്പം നമ്മളെല്ലാവരും തുല്യരാണ്. അതെന്താ, ഞാൻ ഇതിനകത്ത് ഭയങ്കര രസകരമായ ഒരു കാഴ്ചപ്പാട് കൊണ്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം മനുഷ്യരും മൃഗങ്ങളും, മനുഷ്യരെന്ന് പറയുന്നത് ഇരുകാലികൾ, മൃഗങ്ങളെന്ന് പറയുന്നത് നാൽക്കാലികൾ. ഈ നാൽക്കാലികളെന്ന് വിളിക്കുന്ന എല്ലാവരെയും നമ്മൾ തുല്യരായിട്ടാണോ കാണുന്നത്? ഒട്ടുമല്ല. അല്ല. അവിടെ സിംഹമുണ്ട്, പുലിയുണ്ട്, കടുവയുണ്ട്, അല്ലെങ്കിൽ മാനുണ്ട്, 4 കാലുള്ള പോത്തുണ്ട്, പശുവുണ്ട്, എല്ലാം ഉണ്ട്. ഒരു സുപ്രഭാതത്തിൽ പോത്തിന് സിംഹത്തെ കണ്ടിട്ട് തോന്നുകയാണ് അവനും 4 കാല്, എനിക്കും 4 കാല്, ഞങ്ങൾ രണ്ടുപേരും ഈക്വൽ ആണെന്ന് പോത്ത് ചിന്തിക്കത്തില്ല. അതാണ് സത്യം. കാര്യം മൃഗങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, അവൻ്റെ കഴിവറിയാം, അവൻ്റെ കഴിവുകളറിയാം. തന്നേക്കാൾ മിടുക്കനാണ് മറ്റവനെന്ന് തിരിച്ചറിയുന്നതിനോടൊപ്പം തന്നെ തൻ്റെ കഴിവെന്താണെന്ന് മൃഗത്തിനറിയാം. ഇപ്പോൾ ഒരു മാൻ്റെ മുന്നിൽ ഒരു സിംഹം വന്നാൽ തനിക്ക് ഓടാൻ, കുതിരി ഓടി രക്ഷപ്പെടാനുള്ളൊരു കഴിവ് മാനുണ്ടെന്നും അവൻ ആ കഴിവിൽ വിശ്വസിക്കുമ്പോൾ സിംഹം അതല്ല പോയി എന്നാ പിന്നെ സിംഹം ഇഞ്ഞ് വന്നാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു മാൻ പോകാറില്ല. മനുഷ്യരുടെ കാര്യത്തിലേക്ക് നമുക്ക്